ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹനവും അവിടുത്തെ മാപ്പും അത് അവിടുത്തെ പ്രവാചകത്വത്തിന്റെ അടയാളമായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അവിടുന്ന് എല്ലാവരോടും മാപ്പ് ചെയ്യുന്നവരായിരുന്നു. ശിക്ഷിക്കാൻ, എതിർക്കാൻ കഴിഞ്ഞിരിക്കെ തന്നെ അവിടത്തോട് ആരെങ്കിലും എന്തെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ ഒരിക്കലും അതിന് പ്രതികാരം വീട്ടാറില്ല. ഒരു ജൂത പണ്ഡിതനുണ്ടായിരുന്നു. ആ ജൂത പണ്ഡിതൻ പറയുകയാണ്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ജൂത പണ്ഡിതൻ പറയുന്നു, പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ മുഹമ്മദ് നബിയിൽ ഉണ്ടോ എന്ന് ഞാൻ പലതും ചെക്ക് ചെയ്തു. അപ്പോൾ ഇല്ലാ വഖദ് അറഫ്തുഹു ഫി വജ്ഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് അടയാളങ്ങൾ ചെക്ക് ചെയ്തപ്പോഴും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. രണ്ടെണ്ണം ഒഴികെ അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അതിനുള്ള അവസരം കിട്ടുമോ എന്ന് ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരിക്കലൊരവസരം കിട്ടി. ആ രണ്ട് കാര്യം എന്താണ്? മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ കഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ ഞാൻ പരിശോധിച്ച, തൗറാത്തും മറ്റുമൊക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് ആരെങ്കിലും വിവരക്കേടോ അക്രമമോ കാണിച്ചാൽ അദ്ദേഹത്തിന്റെ സഹനം മുൻകടന്നിരിക്കും എന്നതാണ്. എന്ന് മാത്രമല്ല, ആ വിവരക്കേട് അദ്ദേഹത്തിന്റെ സഹനത്തെ വർദ്ധിപ്പിക്കുകയല്ലാതെ ചെയ്യുകയില്ല എന്നതുമാണത്. അങ്ങനെ ഞാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു ഇടപാട് നടത്തി. മുഹമ്മദ് നബി എന്റെ നിന്നും അല്പം കാശ് വാങ്ങുകയും ഈത്തപ്പഴം പിന്നീട് തരാമെന്ന് അവധി നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കച്ചവടം നടത്തി. അങ്ങനെ ആ അവധി എത്തുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ മുഹമ്മദ് നബിയുടെ അരികിൽ പോയിട്ട് പറഞ്ഞു, അലാ തഖ്ദീനി യാ മുഹമ്മദ്, ഞാൻ മുഹമ്മദ് നബിയുടെ മുന്നിൽ വന്നിട്ട് നളർത്തു ഇലൈഹി, അതാ അദ്ദേഹം പറയാണ്, ലമ്മാ കാന ഖബല മഹില്ലിൽ അജൽ, അവധി എത്തുന്ന മുമ്പ് തന്നെ, ബിയൗമൈനി, 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് ഫഅഖദ്തു ബിമജാമി ഖമീസി, നബിയുടെ കുപ്പായം ഞാൻ കൂട്ടി അങ്ങ് പിടിച്ചു. നമ്മൾ കോളറൊക്കെ പിടിക്കാന്ന് പറഞ്ഞതുപോലെ വലിയതായി അദ്ദേഹത്തിന്റെ മേൽത്തട്ടവും കൂടി കൂട്ടി പിടിച്ചിട്ട് വനലർത്തു ഇലൈഹി ബിവജ്ഹിൻ ഖലീൽ, ഗൗരവമുള്ള മുഖത്തോടു കൂടെ ഞാൻ ആ മുഹമ്മദ് നബിയെ നോക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഞാൻ പറഞ്ഞു, അലാ തഖ്ദീനി യാ മുഹമ്മദ് ഹഖി, എന്റെ ഹക്ക് വീട്ടിക്കു മുഹമ്മദ് എന്ന് ഞാൻ ഗൗരവത്തോടെ നബിയോട് പറഞ്ഞു. ഫവല്ലാഹി, എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങള് യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കള്, നിങ്ങളൊക്കെ മൊത്തലുൻ, കടം വാങ്ങിയാൽ വീട്ടൂല, നിങ്ങൾ മുടക്കികളാണ് എന്ന് ഞാൻ ആക്ഷേപത്തിൽ വാപ്പയെ വരെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, യാ അദുവല്ലാഹ്, ഐ അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു, അള്ളാഹിന്റെ റസൂലിനോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനേ റസൂലുള്ളാഹി തങ്ങള് സമ്മതം തരികയാണെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ വെട്ടും എന്ന് പറയുകയും ചെയ്തു. ഈ സമയത്ത് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് ഇങ്ങനെ നോക്കുന്നു. വളരെ സമാധാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉമറേ, അന വഹുവ കുന്ന അഹ്വജ് ഇലാ ഗൈരി ഹാദാ മിൻക, ഞാനും അദ്ദേഹവും നിങ്ങളിൽ നിന്നും ഇതല്ല പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെയല്ല നിങ്ങൾ പെരുമാറേണ്ടിയിരുന്നത്. അൻത ഉമറനി ബിഹുസ്നിൽ അദാ, കടം കൃത്യമായിട്ട് വീട്ടാൻ വേണ്ടി എന്നോട് നിങ്ങൾ കൽപ്പിക്കണം. വതഅമുറഹു ബിഹുസ്നി തഖാദി, അദ്ദേഹത്തോട് നല്ല നിലക്ക് കടം ചോദിക്കാൻ വേണ്ടിയും പറയണം. അതുകൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഈത്തപ്പഴം ആണല്ലോ കൊടുക്കാനുള്ളത്, അത് നിങ്ങൾ ആ ഹക്ക് വീട്ടിക്കൊടുക്കുക. 20 അദ്ദേഹത്തെ നിങ്ങൾ പേടിപ്പിച്ചതിന്റെ പകരമായിട്ട്
നൽകുകയും ചെയ്യണം. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. അപ്പോൾ ആ ജൂത പണ്ഡിതൻ പറഞ്ഞു, ഉമറെ, കുല്ലു അലാമാത്തി നുബുവത്തി ഖദ് അറഫ്തുഹാ ഫീ വജ്ഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തിന്റെ സർവ്വ അടയാളങ്ങളും ഞാൻ മുഹമ്മദ് നബിയുടെ മുഖത്ത് കണ്ടു. ഹീന നദർതു ഇലൈഹി, അദ്ദേഹത്തെ ഞാൻ നോക്കിയപ്പോൾ കണ്ട് മനസ്സിലാക്കി. ഇല്ലസ്നതൈനി, രണ്ട് കാര്യമൊഴികെ. ലം ഉഖ്ബിർഹുമാ, അവയെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഫഖദ് ഇഖ്തബർതുഹുമാ, ആ രണ്ട് കാര്യം ഞാൻ പരിശോധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ സഹനം വലുതാണെന്ന്. അദ്ദേഹത്തെ ഞാൻ 2 ദിവസം മുമ്പ് വീട്ടാനുള്ള അവധിയുടെ 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരക്രമവും ചെയ്യാതെ അത് സമാധാനത്തിലും മാപ്പിലും സഹനത്തിലുമാണ് കഴിഞ്ഞത്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹനം. ഇത് കേട്ടിട്ട് അദ്ദേഹം പറയാണ്, അഷ്ഹദു അന്നി റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയ്യാ. അല്ലാഹുവിനെ റബ്ബായി, ഇസ്ലാമിനെ മതമായി, മുഹമ്മദ് നബിയെ പ്രവാചകരാണെന്ന്, നബിയാണെന്ന് ഞാൻ ഇതാ അംഗീകരിക്കുന്നു, തൃപ്തിപ്പെടുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, എന്തൊരു സ്നേഹമുള്ള സ്വഭാവം. അവിടത്തോട് അക്രമം ചെയ്തു, അവിടത്തെ കുപ്പായം പിടിച്ച് വലിച്ചു പ്രയാസപ്പെടുത്തിയിട്ട് പോലും അവിടുന്ന് മാപ്പ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതേ സ്വഭാവത്തിലേക്ക് നമുക്കും വരണം. അവിടത്തെ ഇത്തിബാഅ് ചെയ്യേണ്ടവരാണ് നാം, ഇതേ സ്വഭാവം പിൻപറ്റേണ്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.